ഇവിടെ സൂക്ഷിച്ചിരിക്കുന്ന ബുദ്ധന്റെ യഥാർത്ഥ ദന്തം പോർച്ചുഗീസുകാർ നശിപ്പിച്ചെന്നും ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത് കൃത്രിമ ദന്തമാണെന്നും ഒരു വാദമുണ്ട്. വർഷം തോറും ഓഗസ്റ്റ് മാസത്തിലെ എലസ എന്ന ഇവരുടെ ഉത്സവകാലത്ത് ഈ ദന്താവശിഷ്ടം ഒരു പേടകത്തിലാക്കി ക്യാൻഡിയിൽ പ്രദക്ഷിണം നടത്താറുണ്ട്. ഈ ദന്തം നശിപ്പിക്കാതെ സൂക്ഷിക്കുന്ന ആളുകൾക്ക് ഈ രാജ്യത്തിൻ്റെ ഭരണവും കൈവരുമെന്ന വിശ്വാസം മൂലം ഇവിടുത്തെ ഭരണാധികാരികൾ ഈ ദന്തം സൂക്ഷിക്കാൻ വേണ്ടി അവർക്കിടയിൽ ഒരു വലിയ മത്സരം തന്നെ നടന്നിരുന്നു. ലോകത്താകമാനം 23 മുതൽ 50 കോടി വരെ അനുയായികളുള്ള ഒരു മതവും ഒരു വലിയ ചിന്താധാരയുമാണ് ബുദ്ധമതം. ബുദ്ധമതാനുയായികളിൽ ഭൂരിഭാഗവും ഏഷ്യയിലാണ് വസിക്കുന്നത്. എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ ഈ മതത്തിൻ്റെ സ്വാധീനം വർദ്ധിച്ചു വരുന്നുണ്ട്. അശോക ചക്രവർത്തിയുടെ കാലത്ത് ബുദ്ധമതത്തിന് വൻ പ്രചാരം സിദ്ധിച്ചിരുന്നു. അതിരുകടന്ന ഭോഗാസക്തിക്കും ആത്മപീഡനമുറകളായ സന്യാസത്തിനുമിടയ്ക്കുള്ള മധ്യമ പദ്ധതിയാണ് ബുദ്ധമതത്തിലുള്ളത്. സർവം അനിത്യം, സർവം ദുഃഖം, സർവം അനാത്മം എന്നിങ്ങനെയുള്ള അസ്തിത്വ ലക്ഷണങ്ങളിലൂന്നിയാണ് ജീവിക്കേണ്ടത്. ഇവയൊക്കെയാണ് ബുദ്ധമതത്തിലെ പ്രധാനപ്പെട്ട ചിന്താരീതികൾ.